ഹലോ. ഇന്ന് നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഷോർട്ട് കുർത്തിയാണ്, ആലിയ കട്ട് മോഡലിൽ വരുന്നത്. ജീൻസിനൊപ്പമൊക്കെ പെയർ ചെയ്യാൻ നല്ല അടിപൊളി ഒരു കുർത്തിയാണ്. അപ്പോൾ അർജൻറ്റായിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നേ. അപ്പോൾ എന്തായാലും ഞാനിത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അതാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടതിൻ്റെ പാർട്ട് 2 അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അർജൻറ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 വീഡിയോയുടെ കുറച്ച് എഡിറ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇതുപോലെ ഈ മെറ്റീരിയൽ മടക്കരുത്. നമ്മൾ പകരം ഇതുപോലെ നീളത്തിൽ മാത്രമേ ഈ മെറ്റീരിയൽ മടക്കിയിടാവുള്ളൂ. കാരണം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരുപാട് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ രണ്ട് പീസുകളും രണ്ട് രീതിയിലിരിക്കും. ഫ്രണ്ട് പോർഷൻ മുകളിലേക്കും പുറകിലത്തെ പോർഷനിൽ താഴേക്കും ഒക്കെ അതിൻ്റെ ഡിസൈൻ വരും. അപ്പോൾ ഈ ഡിസൈനൊക്കെ വരുന്ന മെറ്റീരിയൽ നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും ആ ഡിസൈനിൻ്റെ പാറ്റേൺ എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരുപോലെ തന്നെ എല്ലാ ഭാഗത്തും വെട്ടിയെടുക്കാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ആ ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആം ഹോൾ ഇതിൽ ഒരു 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ച് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിനകത്ത് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കണേ. അതാണ് നമ്മൾ ആ താഴേക്ക് ആ ഒരു ലൈൻ വരച്ചേക്കുന്നത്, ആ 8.5 ഇഞ്ചിൽ നിന്നാണ്. എന്നിട്ട് ഈ 8.5 ഇഞ്ചിൽ ആ ഒരു ലൈൻ നമ്മൾ വരച്ചല്ലോ, ആ ലൈനിനകത്ത് 9 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ കാണിച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കൂടി. എന്നിട്ട് ആ 9 ഇഞ്ചിൻ്റെ പകുതി, അതായത് 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 2.25 ഈക്വലായിട്ട് രണ്ട് വശത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന പോലെ ആ ഒരു 2.25ൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു 1/4 ഇഞ്ചും അതുപോലെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുന്ന 2.25 അടിഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ ഈ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 4.5 ഇഞ്ചിലൂടെ ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കണേ. ഇതുപോലെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ സ്ലീവ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എനിക്ക് അധികം ഇത്ര എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെയൊക്കെ അടിയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്കറിയാവുന്ന രീതിയിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ് തരാൻ അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവുമായിരിക്കും ഞാൻ പറയുന്നതിനേക്കാളും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിന് ആ ഒരു ഏപ്പുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്ലീറ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഡിസൈനും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ടൊന്നും വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ 2.5 ഇഞ്ച് നമുക്ക് മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നത്. ഇതുപോലെയാണ് ഞാനിപ്പം 2 പീസായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് വശവും ബാക്ക് വശവും കട്ട് ചെയ്തെടുക്കാൻ പോണത്. അതല്ലാതെ ചെയ്യുകയാണെങ്കിൽ പുറകിലത്തെ പീസ് വരുമ്പോൾ ഒന്നിച്ചിട്ട് വെട്ടിയാൽ നമ്മുടെ ആ ഒരു പൂക്കളെല്ലാം താഴേക്കും ഫ്രണ്ടിലത്തെ പീസിന് മുകളിലേക്കും ഒക്കെ ഇരിക്കും. അതുകൊണ്ട് ഈക്വലായിട്ട് 2 സൈഡ് നമ്മളൊരു ഏകദേശം ലെങ്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരികു വശത്ത് ഇച്ചിരി ഒരു ഓർഡർ തെറ്റിയിരിപ്പുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ലെവലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊരു 7 ഇഞ്ച് ഷോൾഡർ വരുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കണക്ക്. എനിക്ക് അല്ലാതെ ഇത് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു ഇതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡിയുടെ മെഷർമെൻറ്റ് പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന ഒരു 14 ഇഞ്ചാണ്. നമുക്കിനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം യോക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. എന്നിട്ടാണ് താഴേക്കുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായി 14 ഇഞ്ച് ഞാൻ ഒരു സ്റ്റാൻഡേർഡ് കണക്കാണ് ഈ പറയുന്നത്. 14 ഇഞ്ച് അത്യാവശ്യം ഒരുപാട് വണ്ണം ഇല്ലാത്തവർക്ക് ഒരു XXL സൈസ് വരെയൊക്കെ നമുക്ക് ഈ 14 ഇഞ്ച് ഏകദേശം കണക്കായിരിക്കും, പാകമായിരിക്കുമേ. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് ഞാനീ പറയുന്നത്, 14 ഇഞ്ച്.
പിന്നെ ദാ നമ്മൾ ഷോൾഡർ എടുത്ത അതേപോലെ തന്നെ 7 ഇഞ്ച് താഴേക്കും എടുക്കണം. നമ്മുടെ കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ അതിൻ്റെ മിഡ് പോയിൻറ്റ് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ആ 3.5 ഇഞ്ചിൻ്റെയും മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 1.25 നമ്മൾ അതും മാർക്ക് ചെയ്തു. പിന്നെ ആ ഒരു ഡെപ്ത്ത് വരുന്നത് ഞാനൊരു 1 ഇഞ്ച് ആ ഒരു ക്രോസിലൊന്ന് അടയാളപ്പെടുത്തി. പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റിനെ നമ്മളൊരു 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു കുഴിവ് പോർഷൻ വരുന്ന ഭാഗമേ. ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ബോഡിയുടെ അനുസരിച്ചിട്ട് അതിന് വ്യത്യാസങ്ങൾ വരാം. ഇറങ്ങുകയോ കയറുകയോ ഒക്കെ ചെയ്യാം ആ ഭാഗം. പിന്നെ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷനിൽ നമ്മൾ അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ടിട്ടാണ് ഞാൻ ആ ഒരു ജോയിൻറ്റുകളൊക്കെ തമ്മിലൊന്ന് കൂട്ടി വരച്ച് കൊടുക്കുന്നത്. ഇതാ ഇതിൽ കാണുന്ന പോലെ. പിന്നെ ആ 1.25 കൂടിയാണ് ആ ഒരു പോയിൻറ്റിൽ കൂടെയും കയറിയിട്ടാണ് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ പോർഷൻ പോകുന്നത്. പിന്നെ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കണേ. അപ്പം നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ബേസിക് പാറ്റേൺ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു പാറ്റേണും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അവിടെ ഞാനൊരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. 14 ഇഞ്ച് എടുത്തതിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ക്രോസിൽ വരുന്ന ആ ചരിവ് വരുന്ന ഭാഗം നമ്മളൊന്ന് അവിടെ വരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കാം. ആദ്യത്തെ ആ മുകളിലത്തെ പോർഷൻ നമുക്ക് ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ആ ഒരു ബാക്കിലത്തെ പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് ആദ്യം ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷനാണ് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ബാക്ക് ഇതാ ഒന്നിച്ച് ബാക്കിലത്തെ പീസും കൂടെ ചേർത്തിട്ട് ഷോൾഡറൊക്കെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴേക്കുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഈ അധികം ഒരു എക്സസ് ഇങ്ങനെ പീസ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ബാക്കിലത്തെ പീസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പം ഈ ബാലൻസ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു പോർഷൻ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണമേ. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കണം. ഇതാണ് നമ്മുടെ ആ ഒരു ബാക്കിൽ നമ്മൾ നോർമൽ ഒരു പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ആ ഒരു രീതിയിൽ വരും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ ഈ ആ ഒരു വി നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് വലുതാക്കി വേണം വെട്ടിയെടുക്കാൻ. അപ്പോൾ 3.5 ഇഞ്ചാണ് ഞാനിവിടെ ആ ഒരു നെക്ക് വിട്ട് കൊടുത്തത്. അതുപോലെ ഡെപ്ത്ത് താഴോട്ടുള്ള ആ ലെങ്ത് കൊടുത്തേക്കുന്ന ഒരു 2.5 ഇഞ്ചാണ്. അധികം ബാക്കിൽ ഇറക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ ആ കഴുത്ത് പെർഫെക്റ്റിലിരിക്കില്ല. പിന്നെ നമ്മുടെ ഇറക്കം നമ്മൾ യോക്കും ആ താഴേക്കുള്ള പോർഷനും കൂടെ ചേർത്തിട്ട് 30 ഇഞ്ചാണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയ ഇറക്കം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ 30ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇറക്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള ആളായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുത്തത്. പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ കാര്യം പറയുമ്പോൾ ആ 14 ഇഞ്ചിൻ്റെ പോർഷനുണ്ട്, അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തല്ലോ, അവിടെ നിന്നാണ് ഒരു 3.5 ഇഞ്ച് താഴേക്ക് നമ്മളിവിടെ കട്ട് ചെയ്തതുപോലെ തന്നെ താഴേക്ക് ഇറക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ചങ്ങ് വരച്ചു കൊടുക്കണവേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ താഴേക്കുള്ള വശവും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആലിയ കട്ട് വരുന്ന ഈ മോഡലുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിൽ എത്ര ഭാഗമാണോ നമ്മൾ കയറ്റി എടുക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ആ എൻഡ് ഭാഗവും താഴേക്ക് ഇറക്കി നിർത്താൻ. ഇനി എന്നോട് കുറേ പേര് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ എന്തെങ്കിലും തലകണി എന്തെങ്കിലും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു മെത്തയുടെ ബാക്കി വന്ന പീസാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് 2 മടക്കിലിട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി നമുക്ക് ആ പ്ലീറ്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഞാൻ ഈ പ്ലീറ്റുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എളുപ്പ മാർഗ്ഗത്തിൽ നമുക്കൊന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്ന പോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തുണികളുടെ രണ്ടും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കണം. അപ്പോൾ യോക്ക് പോർഷൻ്റെ അരികിൽ കൂടെ വേണം നമ്മളൊന്ന് തയ്ച്ചെടുക്കാൻ. ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് ആ പ്ലീറ്റ് നമ്മൾ ഇടുന്നതിൻ്റെ പുറത്തോട്ട് ആ യോക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം ഇത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് അഴിച്ച് കളയേണ്ട സ്റ്റിച്ചാണ്. അപ്പം ബിഗിനേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ പ്ലീറ്റൊക്കെ ഇടുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കിട്ടും നമുക്ക് പ്ലീറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ് കിട്ടത്തില്ല നമ്മൾ തിരിച്ച് വെച്ച് തയ്ക്കുമ്പം. ഇത് ആകുമ്പോൾ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ പ്ലീറ്റുകളെല്ലാം നല്ല അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു യോക്കിൻ്റെ അരികിൽ കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ടെടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സൂചി വെച്ചിട്ടാണ് പ്ലീറ്റ് അകത്തോട്ട് മടക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് അടുത്ത നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടണേ. അപ്പോൾ ഇത് നമുക്ക് വലിയ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് അഴിച്ച് മാറ്റുമ്പോൾ എളുപ്പത്തിൽ അഴിച്ച് കളയാൻ പറ്റുമല്ലോ. അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു വശത്തും അതുപോലെ തന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തും കൂടെ എടുക്കണം. ഈ ഒരു പ്ലീറ്റ് ഇട്ടതെല്ലാം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് എടുക്കണേ. അത് എടുക്കുമ്പം നമ്മൾ ഹൈ ടെമ്പറേച്ചറിലിട്ടിട്ട് വേണം ഒന്ന് നമ്മൾ തേച്ചുകൊണ്ട് വരാൻ. എങ്കിൽ മാത്രമേ അത് ഇച്ചിരിയെങ്കിലും നല്ല പെർഫെക്ഷനിൽ ആ പ്ലീറ്റുകളൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന പോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അയൺ ചെയ്യണം. അപ്പോൾ അയൺ ചെയ്യാൻ നമുക്ക് താഴെ പോകണം, അതാണ് ഒരു വിഷയം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി അയൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം ഇതെങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ പ്ലീറ്റുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആ യോക്കിൻ്റെ തൊട്ട് താഴെയുമായിട്ട് നമുക്ക് ആ ജോയിൻ്റ് വരുന്ന തമ്മിൽ ജോയിൻ്റ് ആവുന്ന ആ ഒരു ഭാഗത്ത് ഒരൊറ്റ സ്റ്റിച്ച് ഇതുപോലെ ഇട്ടെടുക്കണം. കാരണം ആ പ്ലീറ്റുകളൊക്കെ പതുങ്ങി അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ആ സ്റ്റിച്ചിങ് എളുപ്പമാവാൻ വേണ്ടിയാണ്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പാറ്റേൺ ഈ ഒരു മോഡലിൽ ഏത് പാറ്റേൺ ചെയ്തെടുത്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ പ്ലീറ്റ് നമുക്ക് കിട്ടും. നമ്മൾ നോർമൽ രീതി ചെയ്യുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു പ്ലീറ്റുകളൊക്കെ ഇരിക്കും നമുക്ക്. അപ്പോൾ എൻ്റെ ഇതിൽ ഇപ്പം കറക്റ്റായിട്ട് തന്നെ ആ ഒരു പ്ലീറ്റ് നമ്മൾ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇട്ട് ആ യോക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് ആ തയ്യലങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ആ പ്ലീറ്റുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളിടം വരെ നല്ല കറക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തയ്യൽ അഴിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. പക്ഷെ വലിയ കാണിയിലിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് ആ ഒരു തയ്യൽ അങ്ങ് പൊട്ടിച്ചു വിടാവേ. അന്നേരം ഇനി നമുക്ക് ഇത് പ്ലീറ്റുകളൊക്കെ പോവാതെ അവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് അതും ആ ഒരു യോക്ക് പോർഷനും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണേ. അതിന് നടുഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു താഴേക്ക് വരുന്ന പോർഷൻ്റെ നടുവിൽ ഞാൻ ഇതുപോലൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു യോക്കിൻ്റെ പോർഷനിലും നമുക്ക് സെൻറ്ററിലായിട്ട് ഇതുപോലെ തന്നെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ അതൊന്ന് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ നടുഭാഗം രണ്ടും കൂടി ആ നമ്മൾ കട്ടിങ് കൊടുത്ത രണ്ട് പോർഷനും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ ആ ഒരു ആലിയ കട്ടിൻ്റെ ആ ഒരു കോൺ വരുന്ന ഭാഗം ഫ്രണ്ടിൽ അത് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി തയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കൂ. നല്ല എളുപ്പമായിരിക്കും ഈ ഒരു ഡ്രസ്സൊക്കെ ചെയ്യുമ്പം. അതിനി ഈ ഒരു പാറ്റേൺ അല്ല, നമ്മുടെ ഈ ഞൊറിവ് വരുന്ന ഏത് പാറ്റേണിലും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കറക്റ്റ് അളവിനനുസരിച്ചൊക്കെ ഞൊറിവൊക്കെ ഇട്ടെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇരുവശത്തേക്ക് നമ്മൾ ഇതുപോലെയാണ് സെൻറ്ററിൽ നിന്നാണ് തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ അതൊരു നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൂടി എടുക്കണേ. അപ്പോൾ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റുകളൊക്കെ കിട്ടും. ഇതുപോലെ നമുക്ക് കിട്ടിയേ. ഇനി അടുത്തത് നമ്മൾ നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു വി നെക്ക് പോലത്തെ നെക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 6 ഇഞ്ച് താഴേക്ക് ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് കയറിപ്പോയാലും വൃത്തികേടാണ്. അത്യാവശ്യം ഇറക്കം ഉണ്ടെങ്കിൽ ഈ ഒരു നെക്ക് കാണാൻ ഭംഗി കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 6 ഇഞ്ച് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകലം വരുന്ന ഒരു 3.5 ഇഞ്ചുമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവിൻ്റെ ആ ഒരു സ്കെയിൽ കൊണ്ടിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റിൽ നമ്മൾ വരച്ചെടുക്കുന്നത്. നമ്മൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വരച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടുമേ. നല്ല ഫിനിഷിങ്ങോടുകൂടി തയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് കൂടി എടുക്കണമേ ഇതുപോലെ തന്നെ. ഇവിടെ ഞാൻ താഴെ തേക്കാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാനിവിടെ ക്യാൻവാസ് ഒട്ടിച്ചൊന്നും എടുക്കുന്നില്ല. ക്യാൻവാസ് അല്ലാതെ തന്നെ ഡയറക്റ്റ് വെച്ച് തയ്ച്ചിട്ടാണ് എടുക്കുന്നത്. ആ ഒരു മെത്തേഡും കൂടി ഞാനിതിൽ കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതുപോലെ നല്ല അടിപൊളി ഒരു വീനക്കാണ് നമുക്ക് റെഡി ആയിട്ടുള്ളത്. ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റി. ഇനി നമുക്കിതൊരു ക്യാൻവാസിലേക്ക് വെച്ച് തയ്ച്ചെടുക്കാവേ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേപ്പർ ക്യാൻവാസ് അല്ല, അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടി കൂടിയ നമ്മുടെ ഷർട്ടിനൊക്കെ വെക്കുന്ന പോലത്തെ ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ചുരിദാറുകളും സ്റ്റിച്ച് ചെയ്യുന്നത്. ഏത് ഡ്രസ്സ് ചെയ്താലും അതിനെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ്. ഇത് വെക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ ക്യാൻവാസ് 2 വാഷ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ചുളുങ്ങിപ്പോകാനുള്ള ഇടയുണ്ട്. നമ്മുടെ ആ കഴുത്തൊന്നും പെർഫെക്റ്റായിട്ട് പിന്നെ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ 2-3 ചുരിദാറിൽ എനിക്ക് പറ്റിയത് കൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ക്യാൻവാസാണ്. ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്യാൻവാസാണ്. ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ എത്ര വാഷ് കഴിഞ്ഞാലും തുണി കീറുന്നിടം വരെ നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഈ ഒരു കഴുത്തൊന്നും അതിൻ്റെ പെർഫെക്ഷൻ മാറത്തില്ല. അത് അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ചിട്ടാണ് ഇത് അയൺ ചെയ്തും എടുക്കാം. ഞാനിവിടെ അയൺ ചെയ്യാൻ താഴെ വരെ പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ക്യാൻവാസിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത്. പേപ്പർ ക്യാൻവാസിനെക്കാട്ടിലും കൂടുതലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിൽ എക്സസ് വരുന്ന പീസുകളെല്ലാം നമ്മൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കണം. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ നല്ല വശവും ആ വെച്ചേക്കുന്ന ഫാബ്രിക്കിൻ്റെ നല്ല വശവും കൂടാണ് ചേർത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് തമ്മിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ ഒരു മെറ്റീരിയൽ ഒന്ന് തിരിച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെക്ക് റെഡിയാവുകയും നമുക്ക് ഇതുപോലെ പിന്നെ ആ എക്സസ് വരുന്ന മെറ്റീരിയലുകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ കട്ടിങ് ഹോൾഡർ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കണേ. ചെറിയ ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം ആ നെക്കിൻ്റെ പോർഷനിൽ. ആ ഒരു ഷേപ്പ് കറക്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നത്. അപ്പം നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോകുമ്പോൾ ഇതൊന്ന് തേച്ച് കൂടി എടുക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ നെക്ക് റെഡിയാവുക. അതിനു മുമ്പ് അകത്തെ ആ ഒരു പീസിൽ ഞാനിതുപോലെ പതിച്ചുകൂടി ഒന്ന് എടുക്കുന്നുണ്ട്. അതവിടെ ഒന്ന് പതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് സൂചി കുത്തി നിർത്തി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ ഒരു ഷാർപ്പ് വശങ്ങളെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തയ്ച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഷേപ്പ് കറക്റ്റിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാൻ. ഇനി അകത്തേക്ക് വരുന്ന എക്സസ് പീസുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ അരികു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. പിന്നെ ഈ കഴുത്ത് ഞാനൊന്ന് ഹെമ്മിങ് ചെയ്താണ് എടുക്കുന്നത്. ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഹെമ്മിങ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ എക്സസ് വരുന്ന ആ ഷോൾഡറിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വശങ്ങളെല്ലാം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണമേ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ അരികു വശങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം.
ഇനി ഒരു പടി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇത് മടക്കി തയ്ക്കുന്നില്ല അരികുവശം. അതിന് പകരം നമ്മൾ ഒരു പീസ് പടി വെച്ചിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തയ്യലിലൊക്കെ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ വരും. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ എല്ലാം എൻഡിങ് അവർ ചെയ്യുന്നത് ഇതുപോലെ വേറൊരു പീസ് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു നമ്മുടെ തയ്യലിൻ്റെ എല്ലാം നല്ലൊരു പെർഫെക്ഷൻ കാണാൻ പറ്റുമേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കുർത്തായും അതുപോലെ ചുരിദാറിനും എല്ലാം ഞാൻ ചെയ്യുമ്പം ഇതുപോലൊരു ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതാ 2 പടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശം നമുക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്യാവശ്യം വീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പടി കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം കൈയുടെ മടക്ക് വശം ചുളുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മടക്ക് കൂടി എക്സ്ട്രാ ഒന്ന് മടക്കി എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വീതിയിൽ ഈ ഒരു പടി കട്ട് ചെയ്തെടുത്തത്. ഇത് തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കണേ. അത് പടിയിലാണ് നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നത്. മെയിൻ ക്ലോത്തിലാകെ ഒരു തയ്യൽ മാത്രമേ വരത്തുള്ളൂ. ആ പടി ഫിക്സ് ചെയ്യുന്ന തയ്യൽ മാത്രമേ കാണത്തുള്ളൂ. ഇതാ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം മടക്കിയിട്ട് ഒന്നുകൂടി അകത്തേക്ക് മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. ഇതുപോലെ അടുത്ത സ്ലീവ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് പോർഷനിൽ നമുക്ക് ഇതുപോലെയാണ് ഞൊറിവുകളൊക്കെ ഇട്ടെടുക്കേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഞാൻ ആദ്യം ഞൊറിവിട്ട് തുടങ്ങിയത്. ഇനി അതേപോലെ തന്നെ അടുത്ത വശത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ആ ഞൊറിവുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ്റെയും പരിപാടി ഇതോടുകൂടി കഴിയുവേ. ഇനി നമുക്ക് ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് ഭാഗവും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. ഷോൾഡറും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പം ഞാൻ ആ ഒരു സ്റ്റിച്ച് കാണാത്ത രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രൂപത്തിലാണ് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാതെ ഈ ഒരു വീഡിയോയിൽ അത്രയും കൂടി ലെങ്ത് കൂടും ഇത് കാണിച്ചു തരുമ്പോൾ. അപ്പോൾ ഞാനിതിങ്ങനെ ഇൻവിസിബിൾ രീതിയിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 2 ഷോൾഡറും ഞാൻ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സെൻറ്ററിൽ നിന്നാണ് ഞാൻ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇരുവശത്തേക്കും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളിനി ഇത് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിനി ഈ ഒരു ഫൈനൽ ലുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ ആദ്യം കണ്ട് കാണും. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നില്ല. ആൾ ഇതാ ഇട്ടിട്ട് ഇതുപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്.